ഒരു മനുഷ്യനെ സംസ്കരിക്കുന്ന, നന്നാക്കിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം. ചിട്ടയോടുകൂടി അസ്വലാത്തു അലാ വഖ്തിഹ, ഏറ്റവും വലിയ പുണ്യകർമ്മം അതാണല്ലോ. ഏറ്റവും വലിയ പുണ്യകർമ്മം സമയത്ത് നിർവഹിക്കുന്ന നമസ്കാരം. അപ്പൊ ആ സമയ കൃത്യത, അതിൻ്റെതായ ഖുശൂ, അതിൻ്റെ ഇഖ്ലാസ്, അതിൻ്റെ നിയ്യത്ത്, അതിനു വേണ്ടിയുള്ള ഒരുക്കം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ശക്തമായി ഉണ്ടാകുമ്പോൾ അവിടെ വല്ലാതെ ഇബ്ലീസ് കയറി വരില്ല. തെറ്റിക്കാൻ കഴിയില്ല, പഴപ്പിക്കാൻ കഴിയില്ല. ഒരു വക്കത്ത് കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പ് അടുത്ത വക്കത്തായി, ആ വക്കത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായി മനസ്സും ശരീരവും വസ്ത്രവും ഒക്കെ ശുദ്ധമാക്കി, നജസിൽ നിന്ന് ഉടുപ്പ്, നമസ്കരിക്കുന്ന സ്ഥലം, ശരീരം വൃത്തിയാക്കുന്നത് പോലെ ഈ മനസ്സിന്റെ ശുദ്ധീകരണം നമസ്കാരം മുഖേന കിട്ടുകയാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ നിഷിദ്ധമായ തെറ്റായ കാര്യങ്ങളിൽ നിന്നും നമസ്കാരം മനുഷ്യനെ തടയും. സംശയമില്ല. പടച്ചവനുമായി കൂടുതൽ അടുക്കും. മുനാജാത്താണ്, അടുപ്പിക്കുന്ന വാക്കുകളാ പറയണത്. അല്ലാഹു അക്ബർ, അള്ളയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. നേരം പുലർന്ന് ഒരു സുബഹിസ്കാരം കഴിയുമ്പോഴേക്ക് എത്ര തവണ അള്ളയാണ് എനിക്ക് വലുത്, അള്ളയാണ് ഏറ്റവും മഹാൻ എന്നിങ്ങനെ ആവർത്തിച്ച് പറയാം അല്ലേ? ബാങ്കിൽ അല്ലാഹു അക്ബർ, ഇഖാമത്തിൽ അല്ലാഹു അക്ബർ, നമസ്കാരം തുടങ്ങുന്ന അല്ലാഹു അക്ബർ കൊണ്ട്. സുബൈന് മുമ്പ് 2 റക്അത്ത്, വളരെ പ്രധാനപ്പെട്ട 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഞാൻ തഹജ്ജുദൊന്നും പറയുന്നില്ല. ആ സുന്നത്ത് നിസ്കാരത്തിൽ ആ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ, റുക്കൂഇൽക്ക് അല്ലാഹു അക്ബർ, എഴുത്തിദാലി കഴിഞ്ഞ് സുജൂദിൽ അല്ലാഹു അക്ബർ, സുജൂദിൽ നിന്ന് ഇടയിലെ ഇരുത്തത്തിക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ, വീണ്ടും അല്ലാഹു അക്ബർ. ഒരു റക്അത്തിൽ തന്നെ 6 അല്ലാഹു അക്ബർ പറഞ്ഞു. 2 റക്അത്തിൽ 12 അല്ലാഹു അക്ബർ പറഞ്ഞു. സുബഹി ഫർദ് നമസ്കാരത്തിൽ ഒരു 12 എണ്ണം പറഞ്ഞു, 24 ആയി. സലാം വീട്ടിയോടനെ അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, വീണ്ടും 33 വട്ടം അല്ലാഹു അക്ബർ. എത്രങ്ങാനും വട്ട അള്ളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ദുഹറിലും അസറിലും മഗ്രിബിലും ഇശായിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടി നോക്കി എത്ര പ്രാവശ്യ ബാങ്കിലും നമസ്കാരത്തിലും അല്ലാഹു അക്ബർ പറഞ്ഞത്. ഇത് മനസ്സ് തട്ടി പറയണ്ടേ? ആ നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, അല്ലാഹുമ്മ ബായിദ് ബൈനി വ ബൈന ഖത്വായായ കമാ ബഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. പടച്ചവനെ, 2 ചക്രവാളങ്ങളെ, കിഴക്കും പടിഞ്ഞാറും ചക്രവാളങ്ങളെ നീ അകറ്റി നിർത്തിയതുപോലെ എന്നെ പാപങ്ങളിൽ നിന്നും അകറ്റി നിർത്തണമേ. അല്ലാഹുമ്മ നഖ്നി മിനൽ ഖത്വായായ കമാ യുനഖ സൗബുൽ അബിയദ് മിനദ് ദനസ്. ശുഭ്രവസ്ത്രം അഴുക്കിൽ നിന്ന് വൃത്തിയാക്കുന്നത് പോലെ എന്നെ നീ പാപങ്ങളിൽ നിന്നും വൃത്തിയാക്കണമേ. അല്ലാഹുമ്മ ഉസ്ൽനി മിനൽ ഖത്വായായ ബിൽമായി വസ്സൽജി വൽ ബർദ്. ശുദ്ധജലം കൊണ്ട്, ഐസ് ജലം കൊണ്ട് നീ എന്നെ കഴുകി പാപങ്ങളിൽ നിന്ന് വൃത്തിയാക്കണമേ. അല്ലെങ്കിൽ വജഹ്തു വജ്ഹിയല്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. സ്കാരം പഠിപ്പിക്കല്ല എൻ്റെ പ്രമേയം. ആ പറയണ വാക്കൊന്ന് ആലോചിച്ചൊക്കെ, ആകാശഭൂമിയുടെ സ്രഷ്ടാവായ അള്ളാഹുവിലേക്ക് ഞാനിതാ എന്നെ ലക്ഷ്യമാക്കിയിരിക്കുന്നു. ഹനീഫൻ, നേർക്കുനേരെ, വക്രതയില്ലാതെ ഋജുമാനസനായി ഞാൻ റബ്ബേ, ഞാനും നീയും തമ്മിലുള്ള ബന്ധമാണ്, എന്നെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. മുസ്ലിമൻ, പൂർണ്ണമായും നിനക്ക് കീഴ്പ്പെട്ടവനായി. വമാ അന മിനൽ മുശ്രിക്കീൻ, വക്രമായ രൂപത്തിൽ മറ്റൊരു മാധ്യമ മുഖേന, മറ്റൊരു പ്രതിഷ്ഠ മുഖേന, ആരും മുഖേനയല്ല, അങ്ങനെ ചെയ്യുന്ന മുശ്രിക്കുകളിൽ പെട്ടവനല്ല. വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ച എൻ്റെ നമസ്കാരം, എൻ്റെ മറ്റു കർമ്മങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബേ നിനക്ക് വേണ്ടിയാണ്.
ഇത് മനസാന്നിധ്യത്തോടു കൂടി ഒരു ആൾ പറയുകയാണെങ്കിൽ അയാളിൽ സംസ്കരണം ഉണ്ടാവില്ലേ, അയാളിൽ മാറ്റം ഉണ്ടാവില്ലേ? മുഴുവൻ വിശദീകരിക്കില്ല, നമസ്കാരം മുഴുവൻ വിശദീകരിക്കില്ല. അതിൻ്റെ ആ ചുരുണ്ട് കിടക്കലും മടങ്ങി നിൽക്കലും ഒക്കെ റുക്കോഴും സുജൂദും സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക്കല്ലാഹുമ്മ ഉഗ്ഫിർലി, തസ്ബീഹ്, തഹ്മീദ്, ഇസ്തിഗ്ഫാർ വയിൽ വന്ന് ഇതൊക്കെ ചെയ്തിട്ട് അവസാനം സലാം വിട്ട് നമസ്കാരം വിശദീകരിക്കില്ല കൂടുതലും. പൊറുത്തുണ്ട് റബ്ബേ, റബ്ബി ഉഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി. വന്നു പോയത് പൊറുത്തുണ്ട് റബ്ബേ, വന്നേക്കാവുന്നതും പൊറുക്കണേ റബ്ബേ, പരസ്യമായി ചെയ്തത് പൊറുക്ക് റബ്ബേ, സ്വകാര്യമായി ചെയ്തത് പൊറുക്ക് റബ്ബേ, അമിതമാക്കി ചെയ്തു പോയത് പൊറുക്ക് റബ്ബേ. ഈ പറഞ്ഞതിനപ്പുറത്തുള്ളത് നിനക്കറിയ വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നെക്കാൾ അറിയണവനായി അതൊക്കെയും പൊറുത്തുതാ. ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യൻ നന്നാവൂലേ നമസ്കാരം മുഖേന? ഇതൊക്കെ ഒരു മനസാന്നിധ്യത്തോടു കൂടിയാണ് പറയണമെങ്കിൽ അയാൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. നമസ്കരിക്കണ മനുഷ്യൻ സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യനാ. നമസ്കാരം ഒരു സംഭവമാണ്. ആസ്വദിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ, ഇതൊക്കെ മനസാന്നിധ്യത്തോടു കൂടി ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ നമസ്കാരം ഒരു വലിയ സംഭവം തന്നെയാണ്. എന്നിട്ട് പിന്നെ ഖബറിലെ ശിക്ഷയിൽ നിന്ന്, ദജ്ജാലിൻ്റെ ഷെറിൽ നിന്ന് ഒക്കെ അള്ളാഹിനോട് ശരണം തേടി സലാം വീട്ടിയിട്ട് പിന്നെയും ആവർത്തിച്ച് പറയാം 3 വട്ടം അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ, പൊറുക്ക് റബ്ബേ, പൊറുത്തുണ്ട് റബ്ബേ, പൊറുക്കലിനെ തേടുന്നു റബ്ബേ. ഇങ്ങനെയൊക്കെ പൊറുക്കലിനെ തേടി, ഈ അല്ലാതെ എനിക്ക് ശരണമില്ല, രക്ഷയില്ല. അൻത സലാം വ മിൻക സലാം ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. ഈ തടഞ്ഞാൽ തരാൻ ആരുമില്ല, ഈ തന്നാൽ ആർക്കും തടുക്കാനും സാധിക്കൂല. നീ മാത്രമാണ് എനിക്ക് അഭയം, അവലംബം എന്ന് ആവർത്തിച്ച് പറയണ ഈ മനുഷ്യന് നമസ്കാരം മാറ്റം ഉണ്ടാക്കൂലേ? ഉണ്ടാവും, യാതൊരു സംശയമില്ല. നമസ്കാരം മാറ്റം ഉണ്ടാക്കും അയാളിൽ. ഈ നോക്കൂ, ഇതിന് തടസ്സമാകരുത് നമുക്ക് എപ്പോഴായാലും. ഫർളിന് പുറമെ അത് അള്ളാഹ് നിർബന്ധാക്കിയാണ്. അതിന് പുറമെ ചെയ്യണതിനാണല്ലോ അധികം കൂലി കിട്ടുക. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായി. അപ്പൊ നമ്മളൊരാളെ പണിക്ക് വിളിച്ചു വിചാരിക്കും, ഒരു കർഷക തൊഴിലാളിയെ പണിക്ക് വിളിച്ച്, അയാള് നമുക്ക് പിന്നെ പറമ്പിൽ ചേമ്പ് നടാനാണ് വിളിച്ചു വിചാരിക്കുക, ചേമ്പ് നടുകയാണ്, അല്ലെങ്കിൽ ഞാറ് നടാൻ വേണ്ടിയാണ് പാടത്ത് വിളിച്ചത് വിചാരിക്കുക. അയാളുടെ സമയം ഉണ്ടാവും. രാവിലെ 7 മണിക്ക് 8 മണിക്കൊക്കെ വരുന്ന തൊഴിലാളികളുണ്ടാവും, 2 മണിക്കൂർ അവസാനിപ്പിച്ചു പോകും. അല്ലെങ്കിൽ കുറച്ച് വൈകി വന്ന് 4 മണി വരെ പണിയെടുക്കുന്നവരുണ്ടാവും ഉച്ചഭക്ഷണത്തോടു കൂടി. ഏതായാലും നിശ്ചയിച്ച സമയം കഴിഞ്ഞപ്പോഴും കുറച്ച് ബാക്കി നടാനുണ്ട് വസ്തുക്കൾ. ആ തൊഴിലാളി പറഞ്ഞ്, ഇതിനായിട്ട് നിങ്ങളൊരാളെ വിളിക്കണ്ട, ഇതൊരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കേണ്ട പണി ഉണ്ടാവുള്ളൂ, അത് ഞാനവിടെ പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. ഒരു 4 മുടി ഞാറും കൂടിയല്ലേ നടാനുള്ളത്, അത് ഞാനവിടെ നട്ട് തരാം എന്ന് പറഞ്ഞ് നട്ട് തരികയാണെങ്കിൽ നമുക്കേറെ സന്തോഷമായി. കൂലി, നിശ്ചയിച്ച കൂലിൻ്റെ പുറമെ നമ്മൾ ഇതും കൂടി, ഇത് പിടിച്ചോ, ഇത് അധിക പണി എടുത്തണല്ലോ, ചായപ്പൈസ എന്ന് പറഞ്ഞ് 50-100 ഏറെ കൊടുക്കൂലേ? ആ സന്തോഷം തന്നെ പടച്ചോൻ നിർബന്ധമാക്കി നമ്മൾ നിർബന്ധമായി ചെയ്യണം. അതിന് പുറമെ ചെയ്യണതിന് അള്ളാഹ്ക്ക് അധിക സന്തോഷമാണ്. നവാഫിലുകൾ കൊണ്ട്, ഐച്ഛികമായ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ പുണ്യകർമ്മം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വെള്ളിയാഴ്ച ഇമാമ് സജദ സൂറത്ത് ഓതി അതിൻ്റെ ഇടയിലുള്ള തിലാവത്തിന്റെ സുജൂദ് ചെയ്തിട്ട് എഴുന്നേറ്റ് നിന്നുകാട് പിന്നെ ഓതിനായത്ത് അത് തതജാഫാ ജുനൂബുഹും അനിൽ മലാജി, കടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്നവരാണ്. യദൂന റബ്ബഹും ഖൗഫൻ വതമഅൻ, അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നവരായി. നമസ്കാരം അടക്കമുള്ള പ്രാർത്ഥനകൾ യദൂന റബ്ബഹും, എങ്ങനെ? ഖൗഫൻ വതമഅൻ, ആശിച്ചും പേടിച്ചും. രാത്രി ആ തഹജ്ജുദ് നമസ്കാരത്തിനൊക്കെ എഴുന്നേൽക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച ഖുർആനിൽ പറഞ്ഞത് ഖൗഫൻ വതമഅൻ, ഒരുപാട് ആശയുണ്ട്, തമഴുണ്ട്, കൊതിയുണ്ട്, അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്, അത് ആശിച്ചുകൊണ്ടാണ്. ഖൗഫൻ, ഭയപ്പാടുണ്ട്, പടച്ചോന്റെ നരകശിക്ഷയിൽ നിന്ന്
രക്ഷപ്പെടാനുള്ള അതിശക്തമായ തേട്ടമുണ്ട്. ഇതൊക്കെ നിർവഹിക്കാൻ എന്തൊരു സൗകര്യവും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മളെ ജില്ലയെ പോലും ഒരു സുബൈക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. കടുവ, നിങ്ങൾ ആലോചിച്ച് നോക്കി, കടുവയെ പേടിച്ചിട്ട്, ആനയെ പേടിച്ചിട്ട്, കരടിയെ പേടിച്ചിട്ട് വാതിൽക്കൽ വന്ന് മുട്ടുക എന്ന് പറഞ്ഞ കരടി. ആന അടുക്കള വാതിൽ പൊളിച്ചിട്ട് അവിടെ വെക്കാനുള്ള അരി പോലും ആനെടുത്ത് തപ്പി തിന്നുപോയി എന്നറിഞ്ഞു. പ്ലാവുമല ചക്കയും നേന്ത്രവാഴയും ഇതൊക്കെ വേറെ, കവുങ്ങും തെങ്ങും ആ ഇളം തൂമ്പ് തെങ്ങിൻ്റെ കിട്ടി ശീലായ ആന പിന്നെ കാട്ടിക്ക് പോവുമോ? ഇവിടുന്ന് പോവുമോ? ഇത് നമ്മളെ ജില്ലയിലെ ഈ പറഞ്ഞ ഈ പിന്നെ കരുവാരക്കുണ്ടിലും എടക്കരിയും നിലമ്പൂര് പരിസരങ്ങളിലും ഒക്കെ ഒരു മനുഷ്യന് ടാപ്പിംഗ് തൊഴിലാളിയെ നേരത്തെ പോകണം ടാപ്പിംഗ് പണിക്ക്, നല്ല കൂടുതൽ പാല് കിട്ടുക റബ്ബറിന്റെ ടാപ്പിങ്ങിന് അതിരാവിലെ. അത് പോയ മനുഷ്യനെ കഴുത്തിൽ കടുവ പിടിച്ചാട് കൊണ്ടുപോകണേ, മറ്റുള്ളവർ നോക്കിക്കാണുക, നിർവാഹമില്ല. എന്താ ചെയ്യൊരു മനുഷ്യനെ? ബത്തേരിയിൽ ഒരു പെണ്ണിനെ കടിച്ച് തിന്ന്, ഇയാളെ തിന്ന് ഇയാളുടെ മുഖം അവിടെ ബാക്കിയുള്ളത് കൊണ്ട് ഇറച്ചിലോടായിരിക്കും കടുവ തിന്നത്. ഈ സ്ത്രീയെ പിന്നെ ഈ കടുവ തിന്നിട്ട് കടുവ ചത്തുപോയി. കടുവനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാ കമ്മല് കടുവന്റെ പള്ളയിലും. അപ്പൊ ഈ ഭാഗമൊക്കെ തിന്നു മതി സ്ത്രീയുടെ. ഇതൊക്കെ മനുഷ്യന്മാരെയാണല്ലോ. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് പള്ളിയിൽ പോകുന്നതിന് പേടിക്കാനില്ലല്ലോ. എന്തൊരു സൗകര്യമുള്ള സമീപത്തുള്ള പള്ളി. അപ്പൊ നമ്മൾ എത്ര ഇതൊന്നും ഈ അവസരമൊന്നും അധിക കാലം ഉണ്ടായിക്കൊള്ളുന്നില്ല. കിട്ടുന്ന ആരോഗ്യം, ഈ സമയം ഒക്കെ റബ്ബ് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. അത് നമ്മുടെ ഒരു രീതിയാണ്, നമ്മുടെ ഒരു സ്വഭാവമാണ്. നമ്മൾ ചെലവഴിച്ചുകൊണ്ടേയിരിക്കണം. ഒരു പിരിവാട് ഇറക്കാനിടയില്ല, അടുത്ത പിരിവില്ലേ വരും, വീണ്ടും വരും. ധനം ചെലവഴിക്കുന്ന അള്ളാഹ് നമ്മളെ പോക്കറ്റ് തന്നത്, ചെലവഴിക്കാൻ വേണ്ടി തന്നത് നമ്മളല്ല. അതിന്റെ ആത്യന്തികമായ ഉടമ അള്ളയാണ്. അതുകൊണ്ടേ മൂക്കില് പഞ്ഞക്കിണിനും പാട് കൊടുത്താളീന വെള്ളിയാഴ്ച ഉറക്കോതി കേൾപ്പിക്കണത് എന്താണ്? മരണം എത്തുന്നതിന് മുമ്പ് ചെലവാക്കിക്കൊള്ളീന. ആസന്ന മരണം പലതും പറയും, പഠിച്ചോനെ ഞാൻ കൊടുത്തോളാന്ന് അറിയും. അതുകൊണ്ട് കാര്യമല്ല എന്നാ. സക്കറാത്തുൽ മൗത്തില് ഈ മനുഷ്യൻ പറയാ കൊടുത്തോള റബ്ബേ, കൊടുത്തോള, സാലിഹായി ജീവിച്ചോള റബ്ബേ, അതിന് സമയം കൊണ്ടാ നീട്ടിക്കൊണ്ടാന്നാ. നീട്ടിത്തരൂല. അവധി എത്തിയാ നീട്ടിത്തരുന്ന പ്രശ്നമില്ല എന്നാ. അതുകൊണ്ട് ഇപ്പം വേണം ഈ ബോധം, ഇന്ന് വേണം ഈ ബോധം. മരണമാസന്നമാവുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മൾ ഒരു പ്രവൃത്തി നമുക്ക് ഒഴിവില്ലായ്മ. ഇന്നിപ്പോ കുറെ ആളിതിന് വന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ചിലരൊക്കെ അങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെ പറയില്ലേ. ഇപ്പൊ പ്രത്യേകിച്ച് കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ഒഴിവില്ല, പീടികയിൽ ആളില്ല, എന്താ വരാൻ പറ്റൂല, പൂതിൻ്റെ. ഇനി ഞായറാഴ്ചയാണെങ്കിൽ വരാറിയും. ഞായറാഴ്ച നമ്മളിങ്ങനെ ഒരു ക്യാമ്പുണ്ട്, ഒരു സംഘമുണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞാലോ ആകെ കൂടി ഒരു ദിവസമുള്ളതാണ്. ഇന്നെ വിളിക്കല്ലേ അറിയും അല്ലേ? ആകെ കൂടി ഒരു ദിവസമുള്ളത്. അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ ചിലപ്പോൾ ഇതിൽ വല്ലാതെ ഉണ്ടാവില്ല. അവർക്ക് ആകെ കൂടി ഒരു ദിവസമുള്ളതാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വലിയ ഭാഗ്യമുള്ള ആളുകളായി സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷെ ഇതൊക്കെ നിർഭാഗ്യമായി മാറും ചിലപ്പോൾ. ഈ അവസരം കിട്ടിയിട്ടേ ശമ്പളത്തോട് കൂടിയുള്ള ലീവ് എടുത്തു വരാം, ശമ്പളം ഇല്ലാത്ത ലീവ് എടുക്കാം, പകുതി ശമ്പളമുള്ള ലീവ് എടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ആളുകളാണ്. അവധി ദിവസങ്ങൾ 2 ദിവസം പണിക്ക് പോകാതെ ശമ്പളം, അധ്യാപകരൊക്കെ ആണെങ്കിൽ പണിക്ക് പോകാതെ ശമ്പളം, 2 മാസം പണിക്ക് പോകാതെ ശമ്പളം. എന്താ ഇപ്പൊ ഇതൊക്കെ ഒരു വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഓണത്തിന് 10 ദിവസം പോകണ്ട എന്നാലും ശമ്പളം, ക്രിസ്തുമസിന് 10 ദിവസം പോകണ്ട ശമ്പളം, പല ജയന്തികളും സമാധികളും ഒക്കെ ശമ്പളത്തോടു കൂടി പെരയിലിരിക്കാൻ അവസരം ലഭിച്ച ആളുകൾ. ഇനി ജോലിയിൽ നിന്ന് വിരമിച്ചാലും മോശമില്ലാത്ത പെൻഷൻ മരിക്കണ വരെ. ഇതൊക്കെ വല്ലാത്തൊരു അനുഗ്രഹമല്ലേ?
ഇതൊക്കെ കിട്ടിയിട്ട് ഇത് എനിക്ക് നഷ്ടമായി പോയല്ലോ, ഉപകരിച്ചില്ലല്ലോ എന്ന് പറയേണ്ടി വന്നാലോ? നരകത്തുനിന്ന് ആളുകൾ പറയണ ഖുർആൻ പറയുന്നുണ്ട്, മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. എൻ്റെ ധനം എനിക്ക് ഉപകരിച്ചില്ലല്ലോ, എൻ്റെ അധികാരം എനിക്ക് ഉപകരിച്ചില്ലല്ലോ. നിങ്ങൾ ഈ ആയത്തിനെ നമ്മുടെ സർക്കാർ ഉദ്യോഗവുമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കി. എൻ്റെ സ്വാധീനം, അധികാരം ഉണ്ടായിനല്ലോ അവന്, ശമ്പളം കിട്ടാൻ മാത്രമല്ലല്ലോ, അധികാര പങ്കാളിത്തം കൂടിയാണ് സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ. അപ്പൊ അധികാര പങ്കാളിത്തം ഉണ്ടായി, അധികാരം ഉണ്ടായി, മറ്റൊന്ന് വരുമാനം ഉണ്ടായി, സമ്പത്തുണ്ടായി. ഇത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പടച്ചോനെ ആ ജോലിയാണല്ലോ എന്നെ ഈ നരകത്തിൽ എത്തിച്ചത് എന്ന് പറയേണ്ടി വരുന്ന വലിയൊരു വിഭാഗം ഉണ്ടാവും. ഈ വലിയ വിഭാഗം ഞാൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവം അധ്യാപകരല്ലാത്ത സർക്കാർ ജോലിയിലുള്ള പല ആളുകളും, മുഴുവനും ആക്ഷേപിക്കുന്നില്ല, ഒരു 50% കൈക്കൂലി പറ്റുന്നവരാണ്. ഇങ്ങനെ ശതമാനത്തിൽ നിങ്ങൾ കുറച്ച് കുട്ടികളി വേണമെങ്കിൽ ഒരു 20 കുട്ടികളി അത്രയെങ്കിലും ഇല്ലേ കൈക്കൂലി വാങ്ങുന്ന ആളുകളാണ്. അവൻ എന്തായിരിക്കും പരലോകത്തെന്ന് പറയാ, മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയാന്ന. ഓൻ്റെ മാല്, ആ ജോലി, ആ ശമ്പളം ഉപകരിച്ചില്ല, ആ സ്വാധീനം. അയാള് പിന്നെ പോലീസ് ഓഫീസറായിരുന്നു, തഹസിൽദാറായിരുന്നു, എന്തൊക്കെയാണോ അവിടെയൊക്കെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു, KCB-യിലേ. എന്നാ പിന്നെ പൈസക്ക് മുട്ടില്ല എന്നാ പറയും. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ ഖുത്ബ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നോടൊരു സാധുവായ മനുഷ്യൻ, ഒരു 70 വയസ്സെങ്കിലും ആയി ഉണ്ടാവും. അത് ചോദിക്കുക, നമ്മൾ ഈ കൈക്കൂലി വാങ്ങലും കൊടുക്കലും ഒക്കെ ഹറാമാണോ? ആ സാധു മനുഷ്യൻ ഇതുവരെ കേട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, കൈക്കൂലി ഹറാമാണെന്ന് കേട്ടില്ല. അയാൾ നിഷ്കളങ്കനാണ്. അപ്പൊ അത്ര ഇത് വ്യാപകമായതുകൊണ്ടേ ഹറാമോ ഹലാലോ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരൊക്കെ എന്തായിരിക്കും ഈ ആയത്ത് ശരിക്കും ഉദ്യോഗസ്ഥന്മാരെ ബാധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ഒൽക്കുണ്ടാവും പൂതി, പടച്ചോനെ ഒരു ചാൻസും കൂടി കിട്ടി, ദുനിയാവിൽ വന്ന് ഒന്നുകൂടി ഒരു പഞ്ചായത്ത് ഉദ്യോഗസ്ഥനായി അല്ലെങ്കിൽ ഒരു റവന്യൂ ഉദ്യോഗസ്ഥനായൊക്കെ ജീവിക്കാൻ വേണ്ടി അവസരം കിട്ടുകയാണെങ്കിൽ തൊടൂല റബ്ബെ, തൊടൂല കൈക്കൂലിയാണ് എന്ന് പറയാതിരിക്കൂല. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് എന്ന് പറഞ്ഞ പോലെ പടച്ചോനെ റബ്ബി ഇർജിഊൻ, റബ്ബി ഇർജിഊൻ ഇങ്ങനെ പറയും, മടക്കിക്കൊണ്ട് റബ്ബെ മടക്കിക്കൊണ്ടാകും. അപ്പോൾ ദുനിയാവുന്ന് തന്നെ ഈ ബോധം ഞാൻ പറഞ്ഞത്, നമസ്കാരം ഉണ്ടാക്കുന്ന ബോധം, അതുപോലെ നോമ്പുണ്ടാക്കുന്ന പരലോകം, തഖ്വ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പിന്റെ ലക്ഷ്യം എന്താ? ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. അപ്പൊ നോമ്പ് മനുഷ്യനെ നന്നാക്കുന്നു, തഖ്വയുള്ളവനാക്കുന്നു. നമസ്കാരം നന്നാക്കുന്നത് പോലെ തന്നെ നോമ്പ് തഖ്വയുള്ളവനാക്കുന്നു. സക്കാത്തോ ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം. നബിയെ, ആളുകളിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കുക. ആ സക്കാത്ത് തുതഹിറുഹും, അവരെ ശുദ്ധീകരിക്കും, വതുസക്കീഹിം, അവരെ സംസ്കരിക്കും. അപ്പോൾ സക്കാത്ത് ശുദ്ധീകരണത്തിലുള്ളതാണ്, സംസ്കരണത്തിലുള്ളതാണ്. നോമ്പ് തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമസ്കാരം എല്ലാ തിന്മയിൽ നിന്നും തടയുന്നതാണ്. ഞാൻ ഹജ്ജേ പറയാൻ ബാക്കിയുള്ളൂ, അത് പറയാനല്ലോ. ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ, നവജാത ശിശുവിനെ പോലെ ഹജ്ജിൽ നിന്ന് വിരമിച്ച് തിരിച്ചെത്തുന്ന ആള്, എന്തൊരു മാറ്റാ ഹജ്ജ് ഉണ്ടാക്കണേ. ഹജ്ജ് ഉണ്ടാക്കണ എന്താ? ഇവിടുന്ന് പോകാനും ഒരുക്കുമ്പോൾ തന്നെ ഒരു മാറ്റം ഉണ്ടാകണല്ലോ. ഞാൻ ഈ പ്രാവശ്യം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തേ വന്നിട്ടുണ്ടെങ്കിലൊക്കെ പുറത്തു തരണം കേട്ടോ. നമ്മൾ തിരിച്ചെന്താ പറയാ, നിങ്ങൾ ദ്വാക്കുത്തരം കിട്ടുന്നിടത്തൊക്കെ പോണ എൻ്റെ കാര്യം മറക്കരുത്, എനിക്ക് വേണ്ടിയും ദ്വാ ചെയ്യണം. പരസ്പരം ദ്വാ കൊണ്ടുള്ള വസീയത്ത്. അവസാന ദിവസം ഇങ്ങനെ ആയി വരും തോറും, പോകാനുള്ള ദിവസം അടുക്കും തോറും അവിടെ മനസ്സ് വല്ലാതെ പാകപ്പെടുകയാണ്. പലരെയും കണ്ട് യാത്ര ചോദിച്ച്, യാത്രയപ്പ് സ്വീകരിച്ച്, അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫി സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, പ്രാർത്ഥനയോട് കൂടി ഇറങ്ങുക. അല്ലാഹുവേ, നീയാണ് ഈ യാത്രയിൽ എൻ്റെ സഹയാത്രികൻ. അല്ലാഹുവേ, എൻ്റെ കുടുംബത്തിൻ്റെ കാവൽക്കാരനും നീയാണ്. വീടും മക്കളെയും കുടുംബമൊക്കെ ഇവിടെ ഏൽപ്പിച്ചാ പോണത്. അള്ളാനെ
പോക്കുലോ കൂടിയും പഠിച്ചോ വേണം. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫി സഫർ, ഇതൊക്കെ പറഞ്ഞു പോണ മനുഷ്യൻ ഹജ്ജിന്റെ ഓരോ കർമ്മവും ഒരു പക്ഷേ വിമാനയാത്ര പോലും അയാളുടെ ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമായിരിക്കും. പല സൈസ് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളെ അയാൾ കാണുന്നത് ജീവിതത്തിന്റെ ഒരു പുതിയ അനുഭവമായിരിക്കും. അള്ളാന്റെ കഅബ മുന്നിൽ കാണുമ്പോൾ, നേരിൽ കാണുമ്പോൾ, ആ മത്താഫിൽ ഇറങ്ങുമ്പോൾ, തവാഫ് ചെയ്യുമ്പോൾ, ആ മഖാമു ഇബ്രാഹിമിൽ നമസ്കരിക്കുമ്പോൾ, സഫാ മർവക്കടയിൽ സഞ്ചരിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തെല്ലാം ഓർമ്മകളും ചിന്തകളും അയാൾ എത്രമാത്രം തഖ്വയുള്ളവനാക്കുന്നു. പടച്ചോനെ, ഈ സഫാ മർവക്കടയിലാണല്ലോ ഹാജർ ഓടിയത് മകന് ദാഹജലത്തിന് വേണ്ടി. ആ ഓട്ടമാണല്ലോ എന്നെ കൊണ്ട് പടച്ചോൻ ഇപ്പൊ ഈ ഓടിപ്പിക്കുന്നത്, ഈ നടത്തിക്കുന്നത്. പടച്ചോനെ, ഈ ഹജ്ജും മുറയും നിലനിൽക്കുന്ന കാലത്തോളം ഈ മഹിളാരത്നത്തെ ഹാജറിനെ ആളുകൾ ഓർത്തുകൊണ്ടിരിക്കുമല്ലോ. ആ ഹാജറിന്റെ കൂടെ, ആ ഇബ്രാഹിം നബിയുടെ കൂടെ, ആ ഇസ്മായിൽ നബിയുടെ കൂടെ സ്വർഗം എനിക്കും നൽകണം റബ്ബേ എന്ന് കഅബ നോക്കി സഫയിൽ നിന്നും മർവയിൽ നിന്നും ദുആ ചെയ്യുന്ന മനുഷ്യൻ മാറ്റണ്ടാവും. ദുൽഹജ്ജ് 8 മിനായിൽ അന്തി ഉറങ്ങുമ്പോ ഇതുവരെ അനുഭവമില്ല. വീട് മാറിക്കിടന്നാൽ ഉറക്കം വരാത്തവൻ, കട്ടിൽ മാറിക്കിടന്നാൽ ഉറക്കം വരാത്തവൻ, സഹധർമ്മിണി കൂടെയില്ലാഞ്ഞാൽ ഉറക്കം വരാത്തവൻ, മിനായിലെ തമ്പില് പരിചയമില്ലാത്ത അപരിചരിതരുടെ കൂടെ അസൗകര്യങ്ങളെ ഉള്ളൂ. രാവിലെ പ്രാഥമികമായ കാര്യങ്ങൾക്ക് ചെന്നപ്പോ 10 ആള് മുന്നില്, ഇവൻ 11 പിന്നില്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് ബാത്റൂമിൽ കിടക്കണമെങ്കിൽ ക്ഷമയോടെ സഹനത്തോടെ ഒന്നും തിരക്കുണ്ടാക്കാൻ പാടില്ല, തർക്കിക്കാൻ പാടില്ല. ഹജ്ജ് കൊളായി പോവും, ഹജ്ജ് കൊളാവും. ജിദാലില്ല, ഫുസൂക്കില്ല, റഫസില്ല ഹജ്ജില്. അതൊക്കെ നടത്തിയാൽ ഹജ്ജ് കൊളാവും. അപ്പൊ അതൊക്കെ ക്ഷമിച്ച് അന്ന് പിറ്റേന്ന് രാത്രി അവിടെ ഉറങ്ങി. രാവിലെ അല്ലാഹ് പറയാ, വേഗം നടന്നൂട്, അറഫയിലെത്തണം, ഇന്ന് അവിടെയാണ് നിന്റെ പകല്. ഹജ്ജിന്റെ കർമ്മ ഇവൻ പോവുകയാണ്. ഒരു പക്ഷേ മെട്രോ ട്രെയിൻ കിട്ടാം, ബസ് കിട്ടാം, ഇല്ലെങ്കിൽ നടന്നു പോകാം. ഏതായാലും അറഫയിലാണ്. ലോകത്ത് ഇങ്ങനെ ഒരു സമ്മേളനം വേറല്ല ഇനി വരാനുള്ള മത്സരമല്ലാതെ. ഇത് ജീവിതത്തിലെ വല്ലാത്തൊരു അനുഭവമല്ലേ. അവിടുത്തെ പ്രധാന മുഫ്തി ഇവിടെ ഖുത്ബയൊക്കെ കേട്ട് നിരന്തരം പ്രാർത്ഥിച്ച് അസറിന്റെയും മഗ്‌രിബിന്റെ ഇടയിൽ ഏറ്റവും ഉത്തരം കിട്ടുക. ആ ഖിബിലന്റെ നേരെ തിരിഞ്ഞു നിന്ന് കൈ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആവശ്യം, ദുനിയാവിന്റെ ആവശ്യം, പരലോകത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി, വീട്ടിലുള്ള വാപ്പ ഉമ്മ, മരിച്ചുപോയ വാപ്പ ഉമ്മ, കുടുംബ ബന്ധുക്കൾ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്ത ആളുകൾ, ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, അയാളിൽ മാറ്റം ഉണ്ടാവില്ലേ? വലിയ മാറ്റം ഉണ്ടാവും. അറഫയിൽ നിന്ന് നേരെ ബാങ്ക് കൊടുത്തപ്പോ, മഗ്‌രിബ് കൊടുത്തപ്പോ അള്ളാന്റെ കൽപ്പന, ഇവിടുന്ന് മഗ്‌രിബ് നിസ്കരിക്കാൻ നിൽക്കണ്ട, നടന്നോട് വേഗം. കിടന്നുറങ്ങേണ്ടതും മഗ്‌രിബ് ഇശാവും നിസ്കരിക്കേണ്ടതും അങ്ങ് ആ മലഞ്ചെരുവിൽ മുസ്ദലിഫയിലാണ്. മുസ്ദലിഫയിലേക്ക് നീങ്ങുകയാണ്. അവിടെ ചെന്ന് കിടക്കാൻ സ്ഥലം കിട്ടൂല. അള്ളാഹ് കിട്ടിയ സ്ഥലത്ത് ചുരുണ്ടുകൂടിയാണ്. കിട്ടിയ സ്ഥലത്ത് മഗ്‌രിബ് ഇശാവും നിസ്കരിച്ചിട്ട് അവിടെ ചുരുണ്ടുകൂടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ ചരൽപ്പറമ്പിൽ കിടന്നിട്ടും ഉറക്കം വരുന്നു. രാവിലെ എഴുന്നേറ്റ് തലേ ദിവസം ഉണ്ടായതുപോലെ ബാത്റൂമിന്റെ മുന്നിൽ ക്യൂ ഉണ്ട്. അതൊക്കെ നിർവഹിച്ചിട്ട് അള്ളാന്റെ കൽപ്പന, ഇവിടെ കൂടെയല്ല, വേഗം നടക്ക്, ജംറയിൽ കല്ലെറിയണം. മിനായുടെ അറ്റത്ത് തുരങ്കം റോട്ടില് നല്ല തിരക്കുണ്ടാവും. ഇതൊക്കെ സഹിച്ചു പോയി ജംറയിൽ കല്ലെറിഞ്ഞ് ആദ്യം 8-ാം ദിവസം താമസിച്ച അതേ തമ്പുകളിൽ തിരിച്ചെത്തണം. വന്നിട്ട് എമ്പാടും പണിയുണ്ട്. അക്കീക്കറുക്കണം, ബലിയറുക്കണം, അത് കഴിഞ്ഞിട്ട് മുടി എടുക്കണം. അത് കഴിഞ്ഞിട്ട് സാധിക്കുമെങ്കിൽ അന്ന് തന്നെ, സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ പിറ്റേന്ന് ചെയ്താലും മതി, മക്കത്ത് വന്ന് തവാഫും സായിയും ഒക്കെ ചെയ്യണം. പടച്ച റബ്ബേ, ഹജ്ജിനിട്ട് അല്ലാഹു തആല ഇടങ്ങേറാക്കുകയാണ് അല്ലേ? നമ്മളിവിടെ വലിയിരുന്നാൾ പോത്തറുത്ത് കഴിക്കുമ്പോൾ ദുൽഹജ്ജ് 9 അയാൾക്ക് എമ്പാട് പണിയുണ്ട്. ദുൽഹജ്ജ് 9-നും 10 ഒക്കെ 8 മുതൽ വല്ലാത്ത പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെ നിർവഹിക്കുന്ന ഹാജി അയാൾക്ക് മാറ്റം ഉണ്ടാവില്ലേ? 3 ദിവസം വീണ്ടും മിനായിൽ താമസിച്ചിട്ട് അവസാനം വിട പറഞ്ഞ് പോരുമ്പോ, പടച്ചോനെ ഇവിടെ വരാൻ ഇനിയും താക്കത്തുണ്ടാകണം, സൗകര്യം ഉണ്ടാകണം, പടച്ചോനെ പൂർത്തിയാക്കി തരണം, ഇപ്പൊ പോകുകയാണ് എന്ന് കഅബയെ നോക്കി അവസാനത്തെ പ്രാർത്ഥനയും നടത്തി തിരിഞ്ഞു പോരുന്ന മനുഷ്യൻ കരിപ്പൂർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നത് നവജാത ശിശുവിനെ പോലെയാണ്.
ഈ കർമ്മങ്ങൾ നമ്മളിലുണ്ടാക്കുന്ന മാറ്റമാണ് ഞാൻ പറഞ്ഞത്. ഓരോന്നും ഇനി നമുക്കുണ്ടാകേണ്ട ബോധം, ഇതിലൂടെയൊക്കെ നമ്മൾ സംഭരിക്കുന്ന തഖ്വ, ആ തഖ്വയിലൂടെ ഉണ്ടാകേണ്ട സംസ്കരണം നമ്മുടെ ഇടപാടുകളിൽ, പെരുമാറ്റങ്ങളിൽ, സ്വഭാവത്തിൽ ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളിങ്ങനെ ഒരു സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തുന്നതുകൊണ്ട് കിട്ടണ ഇതാണ് സഹോദരിമാരെ, സഹോദരന്മാരെ. എന്തു കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ കിട്ടണത്. അപ്പൊ നമ്മളൊരു നല്ല മുജാഹിദായി, ഒരു നല്ല മുജാഹിദത്തായി. ഞാൻ ഒരു മറ്റൊരാളുടെ പദം കടമെടുത്ത് പറയാം, നമ്മളൊരു അമുഖ മുജാഹിദുകളാകരുത്. അങ്ങനെയുണ്ടല്ലോ. അത് പിന്നെ ഒരു ബാപ്പ അയാളുടെ മകൾക്ക് കല്യാണം അന്വേഷിച്ച് തൊട്ടടുത്ത ഗ്രാമത്തിൽ ചെന്ന് എന്നിട്ട് ഇങ്ങനെ ഒരു ഫോൺ നമ്പറും അഡ്രസ്സും കാണിച്ചു കൊടുത്തിട്ട് ഇയാളെ അറിയോ ചോദിച്ചു. അറിയും. മൂപ്പരെങ്ങനെ നമ്മളാൾ തന്നെയല്ലേ ചോദിച്ചു. അപ്പൊ അയാൾ ഇങ്ങനെ അല്പസമയം ഉണ്ടാകുന്നതിന് ശേഷം പറഞ്ഞ ഒരു വാക്കാണ്, മൂപ്പരൊരു അമുക്ക് മുജാഹിദാണ്. അപ്പൊ ആ പറഞ്ഞ അമുക്ക് മുജാഹിദോ മുജാഹിദത്വം അല്ല. നമ്മൾ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ഓണം വരുമ്പോൾ നീലാണ്ടൻ, പെരുന്നാൾ വരുമ്പോൾ കുട്ടിയാലി എന്ന് പറഞ്ഞ അവസ്ഥയല്ല. നമുക്കൊരു നിലപാട് വേണം. മിൻബർ കയറി വെള്ളിയാഴ്ച തൗഹീദ്, ശുദ്ധമായ തൗഹീദ് പ്രസംഗിക്കുക, പിറ്റേന്ന് ആരോ കണ്ണുരുട്ടിയതിന് അത് മാറ്റി പറയാം. ഈ ജാതി മൂപ്പരെന്താ വിളിക്കേണ്ടത് എനിക്കറിയില്ല. നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴനാരെങ്കിലും വേണ്ടേ? അതല്ല, നമുക്കൊരു പിന്നെ നട്ടലോട് നിവർന്നു നിൽക്കുന്നവരാണ് നമ്മൾ. ഞാൻ മുജാഹിദാണ്, ഞാൻ മുജാഹിദത്താണ് എന്നൊക്കെ ഉറക്ക പറയുന്നവരാണ് നമ്മൾ. ആരുടെ മുന്നിലും നമ്മൾ ശിരസ് കുനിക്കാൻ തയ്യാറല്ല. നമുക്ക് അല്ലാഹു അക്ബറാണ്. ലാ ഇലാഹ, ഒരു ആരാധ്യനും ഇലാഹും ഇല്ല അല്ലാതെ. ഇത് നമ്മുടെ വിശ്വാസവും ഇത് കർമ്മങ്ങളിലൂടെയൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുക. നല്ല പരലോക ബോധം. ഇങ്ങനെയൊക്കെ ജീവിക്കണേ പടച്ചോനെ, നിന്റെ പരലോകത്തിന് വേണ്ടിയാണ്, അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയാ. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം 2 മാസമായിട്ട് നമ്മൾ ഇബ്രാഹിം നബിന്റെ ഒപ്പേനിയല്ലോ. എല്ലാ ഖുതുബകളും പ്രസംഗങ്ങളും ഒക്കെ ആ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക്, മകന് വേണ്ടി, നല്ല സന്താന പരമ്പരക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ 11ഓളം പ്രാർത്ഥനകളുണ്ട്. അവസാനം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പടച്ചോനോട് പറഞ്ഞത്, പടച്ചോനെ ദുനിയാവ് ഇങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ കഴിഞ്ഞുപോയി. വളരെ പരീക്ഷണങ്ങൾ ആട്ടിപ്പുറത്താക്കി ബാപ്പ നമ്രൂദിൻ്റെ ആട്ടും തുപ്പും ഇതൊക്കെ സഹിച്ച് ഇജറ പോണ്ടിയൊക്കെ വന്ന് ഇതൊക്കെ നടത്തിയിട്ട് അവസാനം എൻ്റെ പരലോകം ഇങ്ങനെ ആക്കരുത് റബ്ബേ. വലാ തുഖ്ദിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. റബ്ബേ പരലോകത്ത് വഷളാക്കരുത്, സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കാത്ത ദിവസം. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ ഒരു കൽബുമായി, പാപരഹിതമായ, നിഷ്കളങ്കവും നിഷ്കപ്പടവുമായ ഒരു മനസ്സുമായി അള്ളാഹിനെ സമീപിച്ചവനൊഴികെ ഒരു ഉപകാരവും കിട്ടാത്ത ദിവസം. വലാ തുഖ്സിനി, നമ്മളും പ്രാർത്ഥനയുണ്ടാകണം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസി ഫാത്തിറസ് സമാവാതി വൽ അർദ്. ആകാശഭൂമിയുടെ സൃഷ്ടാവായ റബ്ബേ, നീ എനിക്ക് അധികാരം നൽകി, നീ എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്ന്. തവഫനി മുസ്ലിമൻ വഅൽഖിനി ബിസ്വാലിഹീൻ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ അവസാനത്തെ ആവശ്യതാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസി ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ. ഈ ലോകത്തും പരലോകത്തും എൻ്റെ സഹായി, എൻ്റെ വലിയ്യ് നീയാണ്. തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, അഥവാ മരിക്കോളം മുസ്ലിമായി ജീവിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ ചേർക്കണമേ. ഇതായിരിക്കണം നമ്മുടെയൊക്കെ തേട്ടം പരലോകത്തിന് വേണ്ടി. അള്ളാഹിൻ്റെ റസൂല് നാളെ പരലോകത്ത് റസൂലുള്ളാഹിനെ വിചാരണ ചെയ്യും എന്ന് പറയുന്ന ആയത്ത്, അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ കേട്ടപ്പോൾ കരഞ്ഞുപോയി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് ഓതിക്കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഖുർആൻ ഓതിക്കൊടുത്ത് സൂറത്തു നിസാ അതിലൊരു ആയത്ത്,
ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ. ഓരോ ഉമ്മത്തിനും സാക്ഷിയായി അവരിലേക്ക് നിയോഗിച്ച പ്രവാചകനെ അള്ളാഹു ഹാജരാക്കും. ഈ ഉമ്മത്തിന് സാക്ഷിയായി താങ്കളെ ഹാജരാക്കുന്ന അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കുന്ന ആയത്ത് കേട്ടപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ഹസ്ബുക്കല്ലാൻ, മതി നിർത്താന്ന് ആവശ്യപ്പെടുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഫൽതഫത്തു ഇലൈഹി, ഞാൻ റസൂലുള്ളാഹിന്റെ നേരെ തിരിഞ്ഞു നോക്കി. ഫഇദൻ ഐനാഹു തസ്രിഫാൻ, റസൂലുള്ളാഹിന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ്. ഈ പരലോകത്ത് റസൂലുള്ളാഹിനെ വിചാരണ ചെയ്യുന്ന അവസ്ഥ ഓർത്തുകൊണ്ട് റസൂലുള്ളാഹി കരയാണ്. അള്ളാഹിന്റെ റസൂലുള്ളാഹിനോട് അള്ളാഹ് ചോദിക്കും, എന്താണ് ഈ ഉമ്മത്തിന് തെറ്റുപറ്റിയത് എന്ന്. നമ്മുടെയൊക്കെ മുന്നിൽ റസൂലുള്ളാഹിനെ സാക്ഷിയായി വിസ്തരിക്കുമ്പോൾ എന്താ റസൂലുള്ളാഹി പറയാ? വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. റബ്ബേ, എൻ്റെ ഈ ഖൗമ് ഖുർആനിനെ മാറ്റിവെച്ചു. അതാണ് അവർക്ക് പറ്റിയ പിഴവ്. നമ്മൾ ഖുർആനെ സ്വീകരിച്ചവരാണോ, ഉൾക്കൊണ്ടവരാണോ, അത് നെഞ്ചോട് ചേർത്ത് വെച്ചവരാണോ? അതല്ല, ഞങ്ങൾക്കൂടെ ഒരു കിതാബ് അള്ളാഹ് ഇറക്കി തന്ന് എന്ന് പറയാൻ വേണ്ടി മാത്രാണോ? അല്ലല്ലോ. അപ്പോൾ ഖുർആന്റെ പഠിതാക്കളാണ് നമ്മളൊക്കെ ആകണം. ഖുർആൻ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? തഫ്സീർ വായന എന്നും ഉണ്ടാകണം. കുറച്ച് സമയം നമ്മൾ ഖുർആനുമായി തന്നെ കെട്ടിമറയണം. വെളിച്ചം പരീക്ഷ എഴുതണം, മറ്റുള്ളവരോട് എഴുതിപ്പിക്കണം. ഇതൊക്കെ നമ്മളുടെ ഒരു രീതിയായി മാറണം. അപ്പോഴാണ് ഈ പറഞ്ഞ തഖ്വയിലൂടുണ്ടാവുന്ന സംസ്കരണവും പരലോക ബോധവും ഒക്കെ ഉണ്ടാവുക. എന്നാ മരിക്കുക, എവിടുന്നാ മരിക്കുക എന്നൊന്നും നമുക്കറിയില്ല. അതൊരു ഗ്യാരണ്ടി തന്നില്ല. എവിടുന്നാ മരണം പിടികൂടുക എന്നുള്ളത് ആർക്കും അറിയില്ല. പ്രാർത്ഥിക്കുക, പടച്ചോനെ എവിടുന്നായാലും നല്ല മരണമാകണം, എന്നാ എനിക്ക് പേടില്ല. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പാടിയതുപോലെ വലസ്തു ബാലി ഹൈന വഖതലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ. എൻ്റെ പതനം മുഅ്മിനായി മുസ്ലിമായി ആണെങ്കിൽ ഏത് നിലക്കാണെങ്കിലും എനിക്ക് അതിൽ പരാതിയില്ല എന്ന് സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കും, പടച്ചോനെ മരിച്ചു കിട്ടിയത് എനിക്കൊരു റാഹത്തുള്ളതാക്കണമേ. അവിടെ ചെന്നാൽ റാഹത്തുണ്ടാകാനേ. വജുഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർർ, മരണം എനിക്ക് എല്ലാ ഷർറിൽ നിന്നും മുക്തമായ റാഹത്തുള്ളതാക്കണമേ. അല്ലാഹുമ്മ ഇന്നി അൻ സക്കറാത്തിൽ മൗത്ത് വഗമറാത്തിൽ മൗത്ത്. റബ്ബേ, മരണത്തിൻ്റെ ആ കടുംപിടുത്ത നേരത്ത് സക്കറാത്തുൽ മൗത്തിൽ എനിക്ക് ആശ്വാസം നൽകണമേ എന്ന്. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതില്ലേ? ഏതെല്ലാം രൂപത്തിലുള്ള മരണം. ഇപ്പം ഈ ആഴ്ചയിലൊക്കെ കണ്ടത് ഹൈദരാബാദിലെ പിന്നെ ആ വിമാനാപകടം ഇങ്ങനെ തുടങ്ങിയിട്ട് പുഴയിലുള്ള പിന്നെ കുളത്തിലുള്ള എന്നും മരണം തന്നെ, എന്നും മരണം. ഒക്കെ ഈ പിന്നെ അതിൽ ദുർമരണങ്ങളും ഉണ്ട്, ആകസ്മിക മരണങ്ങളുണ്ട്. ഇമാൻ കിട്ടാത്ത മരണം ദുർമരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മഹത്യകൾ നമ്മൾ കുട്ടികളുടെയൊക്കെ കൂട്ടുകെട്ടെ. എൻ്റെ സമീപത്ത് വാഴക്കാട് മഹലില് മാന്യമായ കുടുംബത്തിൽ മുജാഹിദ് തറവാട്ടിലെ ഒരു ആൺകുട്ടി, +2 കഴിഞ്ഞ കുട്ടി, അവൻ ആത്മഹത്യ ചെയ്ത്. കാരണം വ്യക്തമല്ല. ഇവൻ്റെ ഫോണൊക്കെ ലേബലിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുക, എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വ്യക്തമല്ല. പക്ഷെ അവന് കൂട്ടുകെട്ട് മോശേനി, കമ്പനി മോശേനി. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഏത് കമ്പനിയിലാണ് ചെന്ന്, ഏത് റാക്കറ്റിലാണ് നമ്മുടെ കുട്ടികളൊക്കെ. പെൺകുട്ടികൾ പൊതുവെ നിഷ്കളങ്കരാണ്, പക്ഷെ അവർ പെട്ടുപോവുകയാണ്. പിന്തിരിയാൻ പറ്റാത്ത രൂപത്തിൽ ഇവരെ പിന്നെ വരിഞ്ഞു മുറുക്കുകയാണ്. ഏതെങ്കിലും ദുഷ്ടന്റെ കയ്യിൽ എത്തിപ്പെട്ടാൽ പിന്നെ ഇനി എന്താ ചെയ്യുക? ഒരു ചാടിപ്പോയ ഒരു പിന്നെ മകള് വാപ്പാനോട് സങ്കടം പറഞ്ഞ് തിരിച്ചു എന്നിട്ട് പറയാ, ഞാൻ മുസ്ലിമായി ജീവിച്ചോളാം, അയാൾ ഹിന്ദു ആണെങ്കിൽ അങ്ങനെ ജീവിച്ചോടെ, ഞങ്ങളെ ജീവിക്കാൻ വിടിയും. അങ്ങനെ ജീവിതമല്ലല്ലോ. ഭർത്താവായി സ്വീകരിച്ച അങ്ങനെ ജീവിതമല്ലല്ലോ. കുട്ടികളുടെ ധാരണ ഒക്കെ പോരേന്നാ, ഞാൻ മുസ്ലിമായ പോരേന്നാ. എന്ത് മുസ്ലിം? ഭർത്താവ് പിന്നെ ഇങ്ങനെ ഹിന്ദു ആകുമ്പോൾ ഒരു മുസ്ലിമായ ജീവിതമാണോ? അങ്ങനെയൊക്കെ വരാതിരിക്കാൻ, നമ്മുടെ ഒന്നും കുടുംബത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഈമാൻ ഉറപ്പിക്കുക.
പറഞ്ഞേ സൽക്കർമ്മങ്ങളിലൂടെ നിർബന്ധമായ ഈ ഇസ്ലാം കാര്യങ്ങളിലൂടെ നല്ല ശാക്തീകരണം നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി പടച്ചവനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ സംതൃപ്തമായ സമാധാനപൂർണമായ ഒരു മരണം, മരിക്കണ നേരത്ത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. അല്ലാഹുവിന്റെ മലക്കുകൾ വരിക, സന്തോഷിക്കാൻ വേണ്ടി പറയാ. ആര് വിശ്വസിക്കുകയും നേരെ ചൊവ്വേ ജീവിക്കുകയും ചെയ്യുക. ആ വിശ്വാസത്തിൽ നിലയുറപ്പിച്ച് ഉള്ള ജീവിതമുള്ള ആളുകൾക്കാണ് ആ പറഞ്ഞത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മരണസമയത്ത് മലക്കുകൾ വന്നിട്ട് സലാം പറഞ്ഞുകൊണ്ട് വന്ന് ഇവന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ, സംതൃപ്തമായ ആത്മാവേ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന നല്ല മനുഷ്യന്മാരിൽ ഉൾപ്പെടാൻ. റാഹത്തുള്ള മരണം, സംതൃപ്ത മരണം, സംശുദ്ധ ജീവിതം, സംതൃപ്ത മരണം. വിഷയം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദീർഘകാലം ദഅവത്ത് രംഗത്ത് നിങ്ങൾക്കും എനിക്കും ഒക്കെ സജീവമായി നിലനിൽക്കാനുള്ള മാനസികമായ കരുത്തും ആരോഗ്യപരമായ കരുത്തും റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു രോഗശമനവും ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സും നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅസിൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وقنا عذاب النار وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.